പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കുള്ള ജീവിതത്തിലെ സന്തോഷമില്ല. എന്തിനാ ഉസ്താദേ വിവാഹം കഴിക്കുന്നത്? ഇങ്ങനെ ഒറ്റക്കടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ. എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ്, അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? അതിനുള്ള മറുപടി അല്ല തന്നെ പറയുകയാ. അതിനുള്ള മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പെണ്ണ് കെട്ടിയാൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നവര്, അതിനുള്ള മറുപടി അല്ല പറയുകയാ. എടാ ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ, വിവാഹം കഴിച്ചാലേ സന്തോഷമുണ്ടാവൂ. പെങ്ങളെ, വിവാഹം കഴിച്ചാലേ ജീവിതത്തിൽ ഒരു സുഖവും ആനന്ദവും ഉണ്ടാകൂ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, വഅദിന്റെ സദസ്സിൽ വിവാഹം കഴിച്ചു 10, 15, 20, 30 കൊല്ലമായവരുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സമാധാനമുണ്ടാകും. എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്നു, ഉസ്താദേ അങ്ങനെ പറയില്ലേ, വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കഴിച്ചത് കൂടിയാ. പാതിരാത്രി 10:30 വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാരത്ത് നിൽക്കുന്നു, പോകുന്നില്ലേടാ. പടച്ചവനെ, അവന് പോകാൻ മടിയാണ്. കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി നടക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചില ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നാ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ലീവിന് നാട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് അതിന്റെ കാരണമെന്തെന്നറിയുവോ? എന്താണതിന്റെ കാരണമെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദവും സുഖവും ഉണ്ടാകും, നിന്റെ ജീവിതം തന്നെ സ്വർഗമാകുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എങ്ങനെ ജീവിക്കണമെന്നറിയുവോ? നിനക്ക് തോന്നുന്നത് പോലെയല്ല, എവിടെങ്കിലും നോവലിൽ വായിക്കുന്നത് പോലെയല്ല, ഏതെങ്കിലും സിനിമയിലും സീരിയലിലും കാണുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാ അല്ലാഹുവേ മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ? ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവര്, ആരാണ് ഫാത്തിമ ബീബിയെ വിവാഹം കഴിച്ചതാരാ? കോടീശ്വരനായിരുന്നില്ല. പടച്ചവനെ, ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുകൊടുക്കുന്ന പൈസ കൊണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ്. അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അവിടുത്തെ ജീവിതം വല്ലാത്ത ജീവിതമോ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമോ. അവസാനം അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. അലിയാര് തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചു. 3 കഷ്ടം വെള്ളത്തുടിയിലെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കൊണ്ടുപോയിട്ട് 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അലിയാര് ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹ്
വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാര് ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ, ഇന്നലെ വരെ തന്റെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ. ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയ്ക്കില്ലാതെ വന്നപ്പോ അലിയാര് ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. പടച്ചവരെ, വീട് വിട്ടിറങ്ങുകയാണ്. എവിടേക്കാ കടന്നു പോയതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ കിടന്നിട്ട് ഉറക്കം വരാതെ അലിയാര് തങ്ങൾ കടന്നു പോയത് എവിടേക്കെന്നറിയുമോ? ജന്നത്തുൽ ബഖീൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് അലിയാര് തങ്ങൾ കടന്നു ചെന്നിട്ട് അതാ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാര് തങ്ങൾ സലാം പറയുകയാ. പടച്ചവരെ, സലാം അടക്കുന്നില്ല. രണ്ടാമതും അലിയാര് തങ്ങൾ സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നെ മറന്നു പോയോ ഫാത്തിമ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ഭർത്താവ് പാതിരാത്രി കടന്നു ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് പറയുന്നു, മടക്കു ഫാത്തിമ, എന്റെ സലാം അടക്ക് ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. അല്ലാഹുവേ, അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ഖബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാര് തങ്ങൾ പറയുന്നു, ഖബറ്, എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്ന് പറ ഖബറ്, എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. അലിയാര് തങ്ങൾ ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയുടെ പുതിയ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യ ആരെന്നറിയുവോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നോ, ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു വന്ന അലിയാര് തങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വന്നോ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, ഇവിടെയല്ല മണിയറ, മണിയറ 6 അടി മണ്ണിന്റെ അകത്താണലിയേ. അതാ വെള്ളത്തുണികൾ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കുന്ന ആ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ, അവിടെയാണ് മണിയറയാക്കേണ്ടത്. അല്ലാഹുവേ, പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ച ഫാത്തിമ, ആ ഫാത്തിമയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഖബറേ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. മരിച്ചു പോയിട്ട് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലോ. അതായിരുന്നു അവരുടെ സ്നേഹം, അതായിരുന്നു. അതിന്റെ കാരണമെന്തെന്നറിയുവോ? അതിന്റെ കാരണമെന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെയാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെയാ അവര് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചപ്പോ അവരുടെ ജീവിതം മരിക്കുന്ന കാലത്തോളം അവർക്ക് പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ച സമാധാനം ഉണ്ടാകും, വിവാഹം കഴിച്ചാൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ആനന്ദമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂല, കാരണം നമ്മൾ പെണ്ണ് കെട്ടിയിട്ട് ഈ പറഞ്ഞ സാധനം ഒന്നും നമുക്കില്ല. എടാ 10 മണിയായി പോകുന്നില്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ.
കുറച്ചുകൂടെ കഴിയട്ടെ. കാരണം എന്ത്? ആ സാധനത്തിന്റെ ഭാര്യ ഉറങ്ങട്ടെ ഉസ്താദെ, ഭാര്യ ഉറങ്ങിയിട്ട് പോകാം. പല ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് ചെന്ന ഈ കടലിൽ കിടക്കണ മീനെ പിടിച്ച് കരയിലിട്ട് അത് വെള്ളത്തിൽ ചാടുന്നത് പോലെ എങ്ങനെങ്കിലും ഒന്ന് സുബഹിയായാൽ മതിയായിരുന്നു പടച്ചോനെ ഒന്ന് ഇറങ്ങിപ്പോകാൻ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, നാട്ടിലേക്ക് വരുന്നു പറഞ്ഞാൽ പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. ഇപ്പൊ അല്ലാ ഓം വരുന്നുണ്ടോ പടച്ചോനെ, അല്ലാ ഉള്ള സമാധാനം പോയി കഴിഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടുമെന്ന്. അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. പലരും കൈവക്കൂല. കാരണം എന്താണെന്നറിയാവോ? എന്തിനാ ഉസ്താദെ ആ ദിവസം ഓർമ്മപ്പെടുത്തുന്നത്? പലരും കൈവക്കുന്നത് എന്തിനാ അത് ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങളുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കുക. കാരണം സ്റ്റേജിലിരിക്കണ ഉസ്താദന്മാരും പൊക്കാട്ട. നീയിപ്പോ എന്തിനും പറഞ്ഞേക്കുമെന്ന് പേടിച്ചിട്ട്. അള്ളാഹു നമ്മുടെ കാരണം എന്തേ ഇതൊരു സന്തോഷമല്ലേ? നമ്മുടെ ഭാര്യമാർ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരുടെ സ്വഭാവമൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടിമുടി എല്ലാം മാറ്റും അല്ലാഹ്. എല്ലാ സ്വഭാവങ്ങളും അള്ളാഹു മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് അവിടെ തരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെപ്പോഴും പറയും ഭാര്യക്ക് സ്വർഗത്തിൽ പോകണം. എടി, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ പൊരുത്തമുണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ മൂക്കിലൂടെ ചലമൊഴുകി വരുമ്പോ നീ നിന്റെ നാക്കുകൊണ്ട് തുടച്ചെടുത്താലും അങ്ങനെ അത് ചെയ്യണം ഭാര്യ. എടി, അള്ളാഹു ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുമായിരുന്നെങ്കിൽ നീ എന്റെ മുന്നിൽ ചെയ്യണമായിരുന്നു. വളരെ അഭിമാനത്തോടുകൂടി തന്റെ ഭാര്യയെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാ പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. മോനെ, നിന്റെ ഭാര്യ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ പൊരുത്തം വേണം. നിന്റെ ഭാര്യയുടെ തൃപ്തിയുണ്ടെങ്കിലേ നിനക്കും സ്വർഗത്തിൽ പോകാൻ കഴിയൂ. അത് നമ്മൾ മറന്നു പോകുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പൊരുത്തമുണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ, സമ്മതിച്ചു. പക്ഷേ ഭാര്യയുടെ തൃപ്തി കൂടെ നിനക്ക് വേണം. അതും അള്ളാഹു പരിഗണിക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയുടെ ഇരട്ടി കടമ ഭർത്താവിന് തിരിച്ച് ഭാര്യയോടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ.